ബാബു അലാമാത്തിൽ മുനാഫിഖി, മുനാഫിഖിന്റെ അടയാളം എന്താണ് എന്നതിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അവര് അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ തൊട്ട് ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആയത്തുൽ മുനാഫിഖി സലാസുൻ ഇദാ ഹദ്ദസ കദബ വഇദാ വഅദ അഖലഫ വഇദാ തുമിന ഖാന. ഒരു മുനാഫിഖിന്റെ ലക്ഷണം, അടയാളം, ആള് മുനാഫിഖാണ് എന്ന് തീരുമാനിക്കാനുള്ള അടയാളം പറഞ്ഞു. ആയത്തുൽ മുനാഫിഖ്, മുനാഫിഖിന്റെ അടയാളമാകുന്നത്. ആയത്ത് എന്ന് പറഞ്ഞാൽ അലാമത്ത് എന്ന് അതിന്റെ മാന. അപ്പൊ അലാമത്തുൽ മുനാഫിഖ്, മുനാഫിഖിന്റെ അടയാളം സലാസുൽ മൂന്നെണ്ണമാണ്. ഇദാ ഹദ്ദസ കദബ, അവൻ സംസാരിക്കുകയാണെങ്കിൽ അവൻ കളവ് പറയും. ഇതാണ് മുനാഫിഖിന്റെ ഒരടയാളം. കളവ് നല്ലോണം പറയും, മനസ്സിലായോ? കളവ് പറയും, അതാണ് മുനാഫിഖിന്റെ ഒരടയാളം. ഇദാ ഹദ്ദസ കദബ, അവൻ സംസാരിക്കുകയാണെങ്കിൽ കദബ, അവൻ കളവ് പറയും. വൈദാ വഅദ അഖലഫ, അവൻ വാഗ്ദത്തം ചെയ്യുകയാണെങ്കിൽ അഖലഫ, അതിനെതിരിൽ അവൻ പ്രവർത്തിക്കും, അത് ലംഘിക്കും. വാഗ്ദത്തം ചെയ്താൽ അത് ലംഘിക്കും. വിശ്വാസവഞ്ചന, അവൻ ഒരു വാഗ്ദത്തം ചെയ്താൽ ഇന്നത് ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു ഏറ്റു കഴിഞ്ഞാൽ അതോ ചെയ്യൂല, വഅദക്ക് എതിര് ചെയ്യും. വഇദൗതുമിന ഖാന, അവനെ വിശ്വസിക്കപ്പെട്ടാൽ ഖാന, അവൻ വഞ്ചിക്കും. അതാണ് വിശ്വാസവഞ്ചന. ഓനെ വിശ്വസിച്ച് ഒരു സ്വകാര്യം പറഞ്ഞാൽ അതോൻ പാട്ടാവും. അവനെ വിശ്വസിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിൽ അവൻ വഞ്ചിക്കും. വിശ്വാസവഞ്ചന, വിശ്വസിക്കപ്പെട്ടാൽ വഞ്ചിക്കുന്നു. ഇത് മുനാഫിഖിന്റെ ലക്ഷണം. ഒരാളെയും പറ്റിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് മാതാപിതാക്കളെ പറ്റിക്കാൻ പാടില്ല, ഉസ്താദുമാരെ പറ്റിക്കാൻ പാടില്ല, അവര് വിജയിക്കൂല. മാതാപിതാക്കളെയും ഉസ്താദുമാരെയും വഞ്ചിച്ചാൽ തീരെ വിജയിക്കൂല. ഒരാളെയും വഞ്ചിക്കാൻ പാടില്ല. വഞ്ചന മുനാഫിഖിന്റെ ലക്ഷണമാണ്. അപ്പോ പ്രത്യേകിച്ച് മാതാപിതാക്കളെയും ഉസ്താദുമാരെന്ന് പറഞ്ഞാൽ അവര് ഏറ്റവും വഴിപ്പെടേണ്ട ആളുകളാണ്. യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ വഴിപ്പെടണം. വ അത്തിഉർ റസൂല, നിങ്ങൾ റസൂലിനിക്ക് വഴിപ്പെടണം. വ ഉലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന രക്ഷിതാക്കളെ നിങ്ങൾ വഴിപ്പെടണം. നിർബന്ധ. ഉലുല്ലംറ്, പാപ്പിമ്മി മാത്രമല്ല ഉലുല്ലംറ്, ഉസ്താദുമാർ ഉലുല്ലംറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോ അതാ പറഞ്ഞത്. അപ്പോ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ തൊട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആയത്തുൽ മുനാഫിഖി സലാസുൻ, മുനാഫിഖിന്റെ ലക്ഷണം, മുനാഫിഖിന്റെ അടയാളം മൂന്നെണ്ണമാണ്. ഇദാ ഹദ്ദസ കദബ, അവൻ സംസാരിക്കുകയാണെങ്കിൽ അവൻ കളവ് ധാരാളമായി പറയും. വൈദാ വഅദ അഖലഫ, അവൻ ഒരു കാര്യം വാഗ്ദത്തം ചെയ്താൽ, ഒരു കരാറ് ചെയ്താൽ അഖലഫ, അതവൻ ലംഘിക്കും. വൈദൗതുമിന, അവനെ വിശ്വസിക്കപ്പെട്ടാൽ, അവനെ വിശ്വസിച്ചുകൊണ്ട് വല്ലതും അവനെ ഏൽപ്പിക്കപ്പെട്ടാൽ ഖാന, അവൻ വഞ്ചിക്കും. വിശ്വാസവഞ്ചന. ഈ മൂന്ന് കാര്യം മുനാഫിഖിന്റെ ലക്ഷണമാണ്. മനസ്സിലായോ? ഒന്ന്, തൊള്ളർന്നാൽ കളവ് പറയും. രണ്ട്, വാഗ്ദത്തം ചെയ്താൽ വാഗ്ദത്തം ലംഘിക്കും. മൂന്ന്, വിശ്വാസവഞ്ചന നടത്തും. ഇത് മൂന്നും മുനാഫിഖിന്റെ ലക്ഷണമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അർബഉൻ, നാല് കാര്യം, മൻ, ഏതെങ്കിലും ഒരാൾ, കുന്ന, ആ നാല് കാര്യങ്ങൾ ഉണ്ടായാൽ, ഫീഹി, ആ ഒരാളിൽ ഉണ്ടായാൽ, കാന, അവനാകും മുനാഫിഖൻ ഖാലിസ, കറകളഞ്ഞ മുനാഫിഖാവും, നിഷ്കളങ്കമായ ഒരു കളങ്കമില്ലാത്ത മുനാഫിഖാവും. വമൻ, ഏതെങ്കിലും ഒരാൾ, കാനത്ത് ഫീഹി, അവനിൽ ഉണ്ടായാൽ, ഹസലത്തുൻ മിൻഹുന്ന, ഈ നാല് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ, കാനത്ത് ഫീഹി, അവനിൽ ഉണ്ടായി, ഹസലത്തുൻ മിനൻ നിഫാഖ്, കാപ്പട്യത്തിൽ നിന്നുള്ള ഒരു കാര്യം അവനിൽ ഉണ്ടായി. നാല് കാര്യം ഉണ്ടായാൽ കറകളഞ്ഞ മുനാഫിഖാണ്. നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് അവനിൽ ഉണ്ടായാൽ നിഫാഖിൽ നിന്നുള്ള, കാപ്പട്യത്തിൽ നിന്നുള്ള ഒരു കാര്യം അവനിൽ ഉണ്ടായി. ഹത്താ യദഅഹ, അതിനെ അവൻ ഉപേക്ഷിക്കുന്നത് വരെ. അവന്റെ ജീവിതത്തിൽ ആ ഒരു സ്വഭാവം അവൻ എടുത്തു കളഞ്ഞാലോ അപ്പൊ ഇന്നോന് മാറാൻ കഴിയും.
അല്ലെങ്കിൽ അവനിൽ മുനാഫിഖിന്റെ ഒരു കാര്യമുണ്ടാകും. ഏതാണ് ആ 4 കാര്യം? ഇത് ഉത്തുമിന ഖാന, അവനെ വിശ്വസിക്കപ്പെട്ടാൽ അവൻ വഞ്ചിക്കും, വിശ്വാസവഞ്ചന നടത്തും. വൈദാ ഹദ്ദസ കദബ, അവൻ സംസാരിക്കുകയാണെങ്കിൽ അവൻ കളവ് ധാരാളം പറയും. വൈദാ ആഹദ ഗദറ, വൈദാ ആഹദ, നേരത്തെ ഹദീസിൽ വന്നു വൈദാ വഅദ അഖലഫ, അതേ മാനയാണ് വൈദാ ആഹദ ഗദറ, അവൻ കരാർ ചെയ്താൽ അവൻ കരാർ ലംഘിക്കും. വൈദാ ഖാസമ ഫജറ, അവൻ മറ്റൊരാളുമായി തർക്കിക്കുകയാണെങ്കിൽ തമ്മാടിത്തം വിളിച്ചു പറയും. ഫജറ, അവൻ തെറി വിളിക്കും. മറ്റുള്ള ആളെ ചീത്ത പറയുമ്പോൾ മാന്യമായ രൂപത്തിൽ വിഷയം പറഞ്ഞ് ചീത്ത പറയല്ല, നേരെ മറിച്ച് അവൻ എന്ത് ചെയ്യും? അവൻ എല്ലാ പറയാൻ പറ്റിയതും പറ്റാത്തതുമായ തെറി വിളിക്കും അവൻ. ഈ 4 കാര്യം ഒരാളിൽ ഉണ്ടെങ്കിൽ, സമ്മേളിച്ചാൽ ആ വ്യക്തി കറകളഞ്ഞതായ മുനാഫിഖാണ്. എന്നാൽ ഈ 4 കാര്യത്തിൽ ഏതെങ്കിലും ഒന്നുണ്ടായാലോ അവനിൽ മുനാഫിഖിന്റെ ഒരു കാര്യം അവനിൽ ഉണ്ടായി. കണ്ടോ? 4 കാര്യം ഏതാണ്? 1 വിശ്വാസവഞ്ചന, 2ാമത്തത് സംസാരിക്കുകയാണെങ്കിൽ കളവ് ധാരാളം പറയുക, 3ാമത്തത് കരാറ് ലംഘിക്കുക, 4ാമത്തത് തർക്കിക്കുമ്പോൾ ചീത്ത വിളിക്കുക. മനസ്സിലായോ? തെറി പറയുക. ഇതിനോട് ശുഅബ എന്നവര് അഅ്മശ് എന്നവരെ തൊട്ട് മുത്താബിയായി.